പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവഗാന ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവഗാനത്തെ സ്നേഹിച്ച ഒരു മകൾക്ക് ദൈവം കൊടുത്ത ഒരു അനുഗ്രഹം ഒന്ന് പങ്കുവയ്ക്കുകയാണ്. പാവപ്പെട്ട കുടുംബം, പഠിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. എന്നാൽ സഭയിലെ ഒരു ഉന്നത അധികാരി വഴി ആ മകളെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി സാമ്പത്തികമായിട്ടുള്ള സഹായം ലഭിച്ചു. മിടുക്കിയായിട്ട് പഠിച്ചു, മിടുക്കിയായിട്ട് തന്നെ അതിൽ വളർച്ചയും ഉണ്ടായി. എന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് പോകുന്നതിനും അവിടെ ജോലിയാകുന്നതിനും ഒക്കെ ഇടയായി. അങ്ങനെ പോകുന്ന അവസരത്തിലും അവൾ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു വിദേശ രാജ്യത്ത് പോയി ജോലിയിലേക്ക് പോകാൻ പറ്റുമെന്ന്. പക്ഷെ ആരും കൂട്ടിനില്ലായിരുന്നു, വിശ്വസിച്ചു പോയി. പക്ഷേ ആ യാത്രയിലുടനീളം അവൾക്കൊരു സംരക്ഷണം ദൈവമായ കർത്താവ് ഒരുക്കിയിരുന്നു. സ്വർഗത്തിൻ്റെ സംരക്ഷണം കൂട്ടിനായിട്ട് അവൾ പോകുന്ന ഇടത്തിലേക്ക് തന്നെ ഉള്ള ഒരു യാത്ര കുടുംബത്തെ അവൾക്ക് ലഭിച്ചു. അതിനുശേഷം അവർ തന്നെ ഈ മകളെ ജോലി ചെയ്യേണ്ട ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നാക്കിയിട്ടാണ് ഇവർ പോയത്. അപ്പോൾ ഈ മകളെ എന്നെ വിളിച്ച് പറയുകയായിരുന്നു സന്തോഷത്തോടെ, അച്ഛാ, ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കരം അത്ഭുതകരമായിട്ട് എന്നെ വഴി നടത്തി. എനിക്കൊരിക്കലും അത് വിസ്മരിക്കാനാവില്ല. എൻ്റെ ജീവിതം ഉള്ളിടത്തോളം കാലം ഞാനത് അനുസ്മരിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, ദൈവകാരുണ്യമാണ് ഇങ്ങനെ സംരക്ഷണം പ്രദാനം ചെയ്യുക. ദൈവകാരുണ്യമാണ് ഇങ്ങനെ നമ്മളെ പരിപാലിക്കുക. ദൈവകാരുണ്യമാണ് നമുക്ക് വേണ്ടതെല്ലാം നൽകുക. ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്: ലോകത്തെ നവീകരിക്കുവാനുള്ള ക്രിയാത്മക ഊർജം ദിവ്യകാരുണ്യമാണ്. അതായത് ലോകത്തിനുള്ള എല്ലാ ശക്തിയും ദൈവത്തിൻ്റെ ദിവ്യകാരുണ്യത്തിൽ നിന്നാണ് നമുക്ക് കരഗതമാവുക. അന്തരീക്ഷയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുകയാണ്, ദിവ്യകാരുണ്യം നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരമാണ്. നമുക്ക് വേണ്ടി സഹിച്ച് മരിച്ചവനെ പിതാവ് ഉയർപ്പിച്ച ജീവന്റെ സ്മരണ. എന്ന് പറഞ്ഞാൽ രക്ഷാകര രഹസ്യം മുഴുവൻ അന്തർലീനമായി കിടക്കുന്നതാണ് പരിശുദ്ധ കുർബാന. ആ പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാലാണ് നമ്മളെല്ലാം രക്ഷ പ്രാപിക്കുക. ആ പരിശുദ്ധ കുർബാന നമുക്ക് വേണ്ടി ബലിയായി തീരുന്നത് കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെടുക. അതുകൊണ്ടാണ് ദിവ്യകാരുണ്യം നമ്മുടെ കർത്താവിന് തിരുശരീരമാണെന്നും അത് വിശ്വസിക്കുന്നവർക്ക് അത് അനുഗ്രഹമാണെന്നും ഒക്കെ പറയുക. അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ച പീഡാസഹനങ്ങളുടെ അതിൻ്റെ പൂർണ്ണത നമ്മൾ അനുഭവിക്കുന്നു ഓരോ പരിശുദ്ധ കുർബാനയിലും. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുവചനം പറയുന്നു, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള അഴുക്കും മാലിന്യങ്ങളും കുറവുകളും എല്ലാം നവീകരിക്കപ്പെടുക ദൈവത്തിന്റെ വചനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴിയാണ്. അതാണ് ക്രിസ്തു തന്നെ പരിശുദ്ധാത്മാവെന്ന് പറയുകയും ക്രിസ്തുവിന്റെ വചനം പ്രഘോഷിക്കപ്പെടുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം രൂഢമൂലമാവുകയും ചെയ്യും എന്ന് പറയുന്നതിന് കാരണം അതുകൊണ്ടാണ്. അതാണ് വചനപ്രകാരം പറയുക. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയുന്നുണ്ടോ എന്ന് അവർ തന്നെ ആത്മശോധന ചെയ്യണം. നിറയുന്നില്ലെങ്കിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. കാരണം ദൈവം തന്റെ ആത്മാവിനെ ഭക്ഷിക്കുകയാണ് നമ്മുടെ ഇടയിലേക്ക്. അതുകൊണ്ട് ദൈവഗാനം എഴുന്നേൽച്ച് വെച്ചുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ ഞാൻ നിർവഹിക്കുക. എനിക്കറിയാം, ഞാൻ എൻ്റെ നാവാൽ ഏതെങ്കിലും ഇടങ്ങളിൽ നിന്ന് പറയുന്നതിനേക്കാളും അനുഗ്രഹമാണ് ദിവ്യഗാനത്തിന് മുമ്പിലിരുന്ന് ദിവ്യഗാനത്തിന്റെ ശക്തിയാൽ ലോകത്തോട് പ്രഘോഷിക്കുമ്പോൾ. കാരണം ദിവ്യകാരുണ്യം ദൈവമാണ്. അപ്പോൾ ഈ ദിവ്യകാരുണ്യനാഥൻ നമ്മളേക്ക് അനുഗ്രഹിക്കുന്നു. നമുക്ക് വിശ്വസിക്കാം, ആ വിശ്വാസം പ്രഘോഷിക്കാം, അതേറ്റു പറയാം. ഓ ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ എല്ലാവരെയും പ്രത്യേക ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഈ എപ്പിസോഡ് കേൾക്കുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ, വിശുദ്ധീകരിക്കണമേ. ദിവ്യകാരുണ്യം തന്നെ കരനീട്ടണമേ, അവരെ സ്പർശിക്കണമേ, ആശ്ലേഷിക്കണമേ, വിശുദ്ധീകരിക്കണമേ. കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും എല്ലാ മക്കളുടെയും ജീവിത നിയോഗങ്ങളോടും ആവശ്യങ്ങളും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ശോഭയാലെന്നുള്ളം തെളിയും. ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ദിവ്യശോഭയാലെന്നുള്ളം തെളിയും. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ.